പുതിയൊരു വീട്ടിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ പൂർണിമ ശ്രീനാഥ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നോട് നിങ്ങളെല്ലാവരും അല്ല കേട്ടോ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഡെയിലി കാണാറുള്ള എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ഫൗണ്ടേഷനോ കോമ്പാക്ട് പൗഡറോ അങ്ങനെയുള്ള ഹെവി സാധനങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാണ്ട് സിമ്പിൾ ആൻഡ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാനിന്ന് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ഈ വലിയ വലിയ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയാലും അവരെന്താണ് പുറത്തു പോകുമ്പോൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കണ്ണിൽ നിറച്ച് ഐ ഷാഡോ ചെയ്ത് അല്ലെങ്കിൽ കൺസീൽ ചെയ്ത് ബാക്ക് പൗഡർ യൂസ് ചെയ്ത് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കളർ കറക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല അവരായാലും ആരായാലും സിമ്പിൾ മീലാണ് പുറത്തേക്കൊക്കെ പോവുക. കോളേജിലായാലും ഓഫീസിലായാലും ഒക്കെ നമുക്ക് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡറോ അങ്ങനെയുള്ള ഒരു ഹെവി സാധനങ്ങളും ഞാനിന്ന് യൂസ് ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോ ഫേസിൽ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് മുട്ടയുടെ ഉപയോഗം കൂടിയത് കൊണ്ട് കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്ന് പോയി അതിന്റെ കറുത്ത പാടുകളൊക്കെയാണ് എനിക്കുന്നത്. അപ്പൊ ഇതിനെക്കാട്ടിലും നല്ലതായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ് നിന്നത്. ഇപ്പൊ അത് ഞാൻ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് കുറച്ച് പാക്കുകളോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതൊന്ന് റെഡ്യൂസ് ആയി വരികയാണ്. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് എന്തായാലും ഇതൊന്ന് ക്ലിയർ ആയതിനു ശേഷം ആ വീഡിയോ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനെ കാണിച്ചിട്ട് കാര്യമില്ല, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പൊ അത് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡെയിലി മേക്കപ്പ് ലുക്ക് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെ പ്രോഡക്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷ് ഇവിടെ പോയി ഫേസ് വാഷ് 1 month ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വാവിന്റെ വാഷ് ആണ്. അടിപൊളി ഫേസ് വാഷ് ആണ്. കാരണം ഇതിന്റെ ഫ്രണ്ടില് ഇങ്ങനെ ഒരു സംഭവം, അതായത് ഒരു സംഭവം ഒരു സിലിക്കോൺ ടൈപ്പിലെ ഒരു ബ്രഷ് ആണ് ഇത്. കണ്ടോ, ഒട്ടും തന്നെ നമ്മുടെ ഫേസിൽ കൊള്ളുമ്പോൾ നമുക്ക് വേദനയോ ഒന്നും തോന്നിക്കില്ല. ഇതൊരു അടിപൊളി സാധനമാണ്. ഇതിന് ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ അതിൽ ഞാനിത് കാണിച്ചേക്കാം. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്കിൻ കെയർ ആണോ ഇതാണോ ആദ്യം വരുന്നതെന്ന് അറിയില്ല. അപ്പോ സ്കിൻ കെയർ വീഡിയോയിൽ ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇപ്പൊ ഞാൻ കുറച്ച് ഡേ ആയതേ ഉള്ളൂ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്കിൽ കൂടിയും ഇത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് തന്നത്. ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഫോർ സോഫ്റ്റ് ആൻഡ് ഗ്ലോയി സ്കിൻ, വൈറ്റമിൻ E+ ഗ്ലിസറിൻ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെന്ന് പറയുന്നത് ഇത് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. നോൺ ഓയിലി ഫ്രഷ് ഫീൽ ആണ്. കറക്റ്റ് ആണ്, ഇത് നോൺ ഓയിലി തന്നെയാണ്. ഇത് ഒട്ടും തന്നെ നമ്മുടെ ഫേസിനെ ഓയിലി ആക്കത്തില്ല. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടുന്നതാണ്, ഇത് തരുന്നതാണ്. അപ്പോ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്യാം. സ്കിന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ കഴിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ്, ഒരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ് ഈ പോൺസിന്റെ മോയ്സ്ചറൈസർ. ഇപ്പൊ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എന്റെ ഫേസിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ്, ഒട്ടും തന്നെ ഒരു ഓയിലി ഫീൽ എനിക്ക് കിട്ടുന്നില്ല. നല്ലൊരു ഫ്രഷ് ഫീലാണ് കിട്ടുന്നത്.
ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ഓഫീസിലും കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെയിലുള്ള നമ്മൾ ബസ്സിലൊക്കെ കയറി ഇറങ്ങിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നില് സൺ ടാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ കുറച്ച് ഡേ ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സൺസ്ക്രീമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡെർമ ബ്ലോക്കിന്റെ സൺസ്ക്രീമാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത്. ഒരു അടിപൊളി സൺസ്ക്രീമാണ്, UV പ്രൊട്ടക്ഷനുള്ള pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീമാണ്. ഞാനിപ്പോ കുറച്ച് ഡേ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഞാനിത് ഇട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി റിസൾട്ട് ആട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ എടുക്കുക. ഫേസിൽ മാത്രമല്ല നമുക്കിതൊന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്കില് നമ്മളെ വെയില് കൊള്ളാൻ, നമ്മളെ സ്കിന്നിന് ടാൻ വരാൻ ചാൻസ് ഉള്ള എല്ലാ ഭാഗത്തും നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. യൂസ് ചെയ്ത് കഴിഞ്ഞു. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തതിനു ശേഷം ഒരു സെക്കൻഡ്, 1-2 സെക്കൻഡ് ജസ്റ്റ് നമ്മുടെ സ്കിന്നിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി വിടുക. ഒരു ക്രീം നമ്മുടെ ഫേസിലോട്ടൊന്ന് അബ്സോർവ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫൗണ്ടേഷൻ പോലെ അല്ലല്ലോ നമ്മുടെ കൺസീലർ എന്ന് പറയുന്നത്. കൺസീലർ കൊണ്ടുള്ള യൂസ് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബ്ലാക്ക് മാർക്സ് അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും വരുന്ന ബ്ലാക്ക് മാർക്സ് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പൊ അതുകൊണ്ട് ഈ ബ്ലാക്ക് മാർക്സോ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുള്ള കറുപ്പോ അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ എനിക്ക് കുറച്ചിതാ ബ്ലാക്ക് മാർക്സ് ഉണ്ട്. അപ്പൊ അതൊന്നും ജസ്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ണിലെ ചുറ്റിലുള്ള ഒരു ഡൾനെസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ കൺസീലറിന് ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോ ഷെയ്ഡുകളുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക കേട്ടോ. എവിടേക്കാണ് നമുക്ക് ബ്ലാക്ക് മാർക്സ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് വരുന്നത് അവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ചുറ്റുമുള്ള ഒരു ഡാർക്ക്നെസ്സും നമ്മുടെ ചെറിയ ഈ ഭാഗത്തുണ്ടായിരുന്ന കറുത്ത ഡോട്ട്സും കുറച്ചൊന്ന് കവർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുള്ളും കവർ ചെയ്തില്ല, ഒരു മീഡിയം രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മ്യൂസിക് ഫ്ലവറിന്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ജെൽ ഐലൈനർ ആണ്. ഇത് 24 hours ലോങ് ലാസ്റ്റിംഗ് എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ ഷെയ്ഡ് ബ്രൗൺ ആണ്, ബ്ലാക്ക് അല്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെ കിട്ടിയൊരു ചെറിയ ബ്രഷും കൂടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. പുരികം ഇപ്പോ ഷേപ്പ് അല്ലാണ്ടാണ് ഇരിക്കുന്നത്. ത്രെഡ് ചെയ്തിട്ട് 2-3 വീക്സ് കഴിഞ്ഞു. അപ്പൊ ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഒരു ഷേപ്പ്ലെസ് ആയി വരികയാണ്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്റെ പുരികത്തിന്റെ ഒരു ടെക്സ്ചറും ഞാൻ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഒരു ടെക്സ്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കൊരു സ്പൂളി ഉണ്ട്, ഇതിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, എന്റെ ഈ പുരികവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ?
അപ്പോൾ ഇപ്പൊ കണ്ടില്ലേ എന്റെ പുരുകം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്, അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ണിലേക്ക് പോവാം. കണ്ണിലേക്ക് ഞാൻ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതിന് കണ്ണില് വരയ്ക്കാനായിട്ട് എലൈറ്റിന്റെ ഐ ഡ്രാമ ബോൾഡ് ബ്ലാക്ക് വാട്ടർ പ്രൂഫ് സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഐ സ്റ്റിക്കാട്ടോ. ഒരു ബ്ലാക്ക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് മുകളിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. കണ്ടോ? അപ്പൊ രണ്ട് കണ്ണും ജസ്റ്റ് ഒരു സ്റ്റിക്ക് കൊണ്ട് തന്നെ മുകൾ വശവും താഴ്വശവും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബേബി പൗഡർ ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലൊരു പാഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര തന്നെയാണ്. ഇനി നമുക്ക് ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. ഒരു പൊട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര തന്നെയാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറയാനായിട്ട്. പിന്നെ ഉള്ളത് സിന്ദൂരം ഇടുന്നവരാണ് ഒരു സിന്ദൂരം കൂടെ തൊട്ട് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ജെൽ സിന്ദൂറാണ്. അപ്പോൾ ഓഫീസിൽ പോവാൻ അല്ലെങ്കിൽ കോളേജിൽ പോവാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ. അപ്പോൾ വേണമെങ്കിൽ നമ്മളിപ്പോൾ മാസ്ക് വെക്കുന്നത് കൊണ്ട് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ചെറിയൊരു ന്യൂഡ് കളറിലെ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ന്യൂഡ് കളറിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്ര തന്നെയാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറയാനായിട്ട്. ഇനി നമുക്ക് ഹെയർ കൂടി ഒന്ന് സെറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് മെറ്റലിന്റെ ഈ ഒരു വളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂങ്ങയാട്ടോ ഇത് കിടക്കുന്ന മൂങ്ങ. അപ്പൊ ഇത്ര തന്നെയാണ്. ഹെയർ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹെയർ വെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഡ്രയർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലം. ഞാൻ ജസ്റ്റ് ആ ഒരു വെറ്റ് ഹെയർ തന്നെ കീപ്പ് ചെയ്യാണ്. അപ്പോൾ വെറ്റ് ഹെയർ പുറത്തോട്ട് പോകുമ്പോൾ വെറ്റ് ഹെയർ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഡ്രയർ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈല് ചെയ്ത് കൊടുക്കുകയാണ്. ഹെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹെയറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാണ്. കാരണം ഇതൊരു നമുക്ക് എന്തായാലും ഒരു രാവിലെ ഒരു 9 മണി തൊട്ട് വൈകുന്നേരം 4-5 മണി വരെ ഒക്കെ നമ്മുടെ ഫേസിൽ ഇത് ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് താല്പര്യമില്ലാത്തവര് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് മേക്കപ്പ് ഫിക്സർ ഒന്ന് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ഫേസിനെ ഒന്ന് കാറ്റ് കൊള്ളിക്കുക. അപ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. സുന്ദരിയായിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ, അതായത് ഫംഗ്ഷൻ ഒന്നും അല്ലാതെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആൻഡ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.